ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പേടിയുള്ള ഒരു കാര്യമാണ്. അതിനെ നമ്മൾ ഒരുപാട് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ നഷ്ടപ്പെടുത്താൻ നമ്മൾ റെഡിയാണ്. നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് അതൊക്കെ താങ്ങാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ കരഞ്ഞ അത്രയൊന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയും കരഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട അത്രയും ഒരു വ്യക്തിയും നിങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടാവില്ല. എന്നിട്ടും നിങ്ങൾ കാണാത്തത് ഒരേ ഒരു വ്യക്തിയാണ്. അത് നിങ്ങളെ തന്നെയാണ്. ബന്ധങ്ങൾക്കുള്ളിൽ അവനവനെ നഷ്ടമാക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കാനും സ്വന്തമാക്കാനും ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ജീവിക്കുന്നത് മറ്റാരുടെയോ ജീവിതം പോലെയാണ്. മറ്റാരുടെയോ കഥയുടെ ഭാഗമാകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നതും മനസമാധാനം എന്ന് പറയുന്നതും സെൽഫ് വർത്ത് എന്ന് പറയുന്നതും ഒന്നും. അപ്പൊ അതുകൊണ്ട് ഏത് വ്യക്തിയാണ് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തത് എന്ന് വെച്ചാൽ അത് അവനവനെ തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അവനവനെയാണ് സംരക്ഷിക്കാനുള്ളത്. ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്തുന്നു എന്ന് തോന്നുന്ന, പേടി തോന്നുന്ന ഒരു സ്നേഹത്തിന് വേണ്ടി സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അൺഹെൽത്തി ആയ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കേണ്ടി വരും കേട്ടോ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. Let's transfer to inspire.